ആണ് കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നത്. ഡാനി, ഈ മധ്യ കേരളത്തിലെ സ്ഥിതി അത് എങ്ങനെയാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലും ആശങ്കയും ഒക്കെ എല്ലാ മുന്നണികൾക്കുമുണ്ട്. ഈ സർവേകളിലെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കണക്ക്, അതായത് ഈ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും കൃത്യമായി BJPക്ക് വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്കുകളൊക്കെ കൃത്യമായി NDA ക്യാമ്പിന് ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ മധ്യ കേരളത്തിലെ ഒരു പൊതുവിലയിരുത്തൽ എന്താണ്? അവിടെ UDFന് അത്യാവശ്യം മേധാവിത്വം പറയാവുന്ന മണ്ഡലങ്ങളാണ് മധ്യ കേരളത്തിലുള്ളത്. പക്ഷെ അപ്പോൾ പോലും ശക്തമായ പോരാട്ടം LDF കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. എന്താണ് അവിടെയുള്ള പൊതുവിലയിരുത്തൽ? എൽദോ, മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ഇടതുമുന്നണിക്ക് അതിൽ ആലപ്പുഴയിൽ മാത്രമായിരുന്നു അതിൽ എടുത്ത് പറയാവുന്ന, അവർക്ക് ഒരടയാളപ്പെടുത്തൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ആലപ്പുഴയിലായിരുന്നു. ബാക്കി മുഴുവനായും തന്നെയും മറ്റു ജില്ലകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ UDFന്റെ ഒരു സമഗ്രാധിപത്യം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിൽ നിന്ന് ഒട്ടും മാറ്റം സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെ UDF നിൽക്കുമ്പോൾ ആലപ്പുഴ പോലും ഇനിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതെല്ലാം തന്നെ നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിലും ആലപ്പുഴ പോലും അവർ പിടിച്ചെടുക്കുന്ന വിശ്വാസത്തിൽ UDF നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആലപ്പുഴ നിലനിർത്തുകയും മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പിന്നീട് ഇപ്പോൾ വന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇവരിൽ കോട്ടയം ഇടതുമുന്നണിക്കൊപ്പം ചേർക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ കോട്ടയം കൂടി, ആലപ്പുഴയും കോട്ടയവും ഒപ്പം മറ്റ് ജില്ലകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് പൊതുവിലുമുള്ളത്. പക്ഷേ ഒന്നും വിട്ടുകൊടുക്കില്ല. പൂർണ്ണമായും മധ്യ കേരളം തങ്ങളുടെ സമഗ്രാധിപത്യത്തിലേക്ക് തന്നെ വരുമെന്ന വിശ്വാസത്തിൽ UDF മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ നേരത്തെയും സൂചകങ്ങൾ ഉണ്ടായിരുന്നത് മധ്യ കേരളത്തിൽ ഒരു സീറ്റ് BJP എന്ന രീതിയിലാണ്. ഇപ്പോൾ പല എക്സിറ്റ് പോളുകളുടെയും സൂചനകൾ BJPക്ക് NDAക്ക് സീറ്റുകൾ കേരളത്തിൽ ലഭ്യമാകാനുള്ളൊരു സാധ്യത പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായി നമ്മൾ പലകുറി ചർച്ച ചെയ്ത തൃശ്ശൂരിലടക്കം തൃശ്ശൂരിൽ അത്തരമൊരു സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടി തന്നെ ഒരു വളരെ ആത്മവിശ്വാസത്തിൻ്റെ മുന്നിൽ തന്നെയാണ് NDA ഉള്ളത്, BJP ഉള്ളത്. കാരണം അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. കാരണം എല്ലാ തവണയും തൃശ്ശൂരിൽ വോട്ടിംഗ് ഷെയർ കൂടുതൽ വരുന്നുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അത് 28% അവർക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. കാരണം 2,93,000-ലധികം വോട്ടിലേക്ക് അവർ നീങ്ങുകയും ചെയ്തു. കാരണം 3 ലക്ഷത്തോളം വോട്ടുകൾ എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പ്രതാപനുണ്ടായിരുന്നത്, UDFനുണ്ടായിരുന്നത് 38 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യങ്ങളിലേക്കെല്ലാം തന്നെ അടുക്കുകയും അവർക്ക് മേധാവിത്വമുണ്ടാക്കാൻ ശ്രമിക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. ഇക്കുറി അതിൽ മാറ്റമുണ്ടാകും, തങ്ങൾക്ക് വിജയമുണ്ടാകും തൃശ്ശൂരിലെന്ന് പറയുന്നു. അവിടെയാണ് നേരത്തെ എൽദോ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ തന്നെയാണ് BJP കേന്ദ്രങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് നൽകുന്ന ആഹ്ലാദം ചെറുതല്ല. കാരണം മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. മധ്യ കേരളത്തിൽ അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുക ഒരു സ്വാഭാവിക പ്രവണതയിലൂടെ അത് തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും ഒപ്പം തന്നെ അവിടെ പലതവണയായി കേന്ദ്ര നേതാക്കൾ വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം അവിടെ പലകുറി ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര നേതാക്കളുടെ സന്ദർശനം ഇതെല്ലാം തന്നെയും അവിടെയുള്ള BJP പ്രവർത്തകരെ ഒന്നാകെ ഉണർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ വലിയ രീതിയിൽ ഒരു അടുപ്പവും അനുഭാവവും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. മതമേലധ്യക്ഷന്മാരുമായി മാത്രമല്ല, ഓരോ ഇടവകകൾ തോറും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ BJP അവിടെ പ്രചാരണങ്ങൾ ശക്തമാക്കുകയുണ്ടായി. അതെല്ലാം തന്നെ അവരെ കൂടുതൽ ഇന്ത്യയിലേക്ക് അടുപ്പിച്ചു നിർത്തുന്ന ഒരു ചിന്ത അവിടെ രൂഢമാണ്. അപ്പോൾ അത്തരം അത്ഭുതങ്ങളും മാറ്റങ്ങളും അവിടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത് കൃത്യമായ രീതിയിൽ അജണ്ടകളോടുകൂടി നടത്തുന്ന BJPയുടെ ഈ സ്നേഹപ്രകടനങ്ങൾ തിരിച്ചറിയാനായിട്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങളും ഒപ്പം തന്നെ UDF ക്യാമ്പും എല്ലാം തന്നെ പൊതുവിൽ കരുതുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് BJP തൃശ്ശൂരെ കീഴടക്കില്ല എന്നൊരു വിശ്വാസമാണ് മറ്റ് മുന്നണികൾ പങ്കിടുകയും ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ
എറണാകുളവും മറ്റെല്ലായിടത്തും തന്നെ UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളാണ്. അതിൽ മാറ്റമുണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഇവർ നിലകൊള്ളുന്നത്. എന്തായാലും ഈ ഫലസൂചനകൾ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഞാൻ MS അനീഷ് കുമാറിലേക്ക് പോവുകയാണ്.